യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വധശിക്ഷ മാറ്റിവെച്ചതായ വാർത്ത ഔദ്യോഗികമായി നാം എല്ലാവരും അറിഞ്ഞു. അതിൽ വളരെ സന്തുഷ്ടരാണ് നാം എല്ലാവരും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നിർണായകമായ ഇടപെടലിലൂടെയാണ് ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്ന് വളരെ പ്രകടവും വ്യക്തവുമായ ഒരു വസ്തുതയാണ്. ഇന്ത്യ ഗവൺമെന്റിന് നയതന്ത്രപരമായി യമനിൽ ഇടപെടാനുള്ള അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഹൂത്തി നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഈ സംഭവം നടക്കുന്നതും ആ സഹോദരി ജയിലിൽ കഴിയുന്ന പ്രദേശവുമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ ഇടപെടുന്നതിന് പരിധിയുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകൾ തന്റെ ആത്മമിത്രമായ ലോകപ്രസിദ്ധ പണ്ഡിതനും സൂഫിയുമായ ഷെയ്ഖ് ഉമർ ഹഫീദ് തങ്ങളിലൂടെ കാര്യങ്ങൾ നീക്കുന്നതും അത് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ആ ഒരു വസ്തുത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. യമനിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട ഒരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. തഅ്ജീലു ഹുക്മി യൗദാമി ബിഹഖി മുമരിദത്തിൻ ഹിന്ദിയ ഫിൽ യമൻ ബിതുഹമത്തിൽ ഖത്ലി ബഅദ തദഖുലി ദാഇയത്തിൻ സൂഫിയൻ കബീരിൻ ഫിൽ ഖദിയ. ഇന്ത്യൻ നേഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ വലിയ സൂഫിയായ ഇസ്ലാമിക പ്രബോധകൻ ഇടപെട്ടത് മൂലം നീട്ടിവെച്ചു എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഇതിന്റെ തുടർന്ന് പറയുകയാണ്, അർജഅത്ത് സുൽത്താത്ത് അൽ ഖളാഇയ്യ അത്താബിഅ ലിൽ മിലിഷിയാത്തിൽ ഹൗസിയ്യ ബിസുൻഅ തൻഫീദ് ഹുക്മിൽ യൗദാമി ബിഹഖിൽ മുമരിദത്തിൽ ഹിന്ദിയ നിമിഷപ്രിയക്കെതിരെ ചുമത്തിയിട്ടുള്ള വധശിക്ഷ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. തതവാസുല ഫീഹിൽ മുഫാവലാത്തു ഫീ മദീനത്തി ദിമാർ ബൈന മുമസ്സിലി അൻ ശൈഖ് സൂഫിൽ ഹബീബ് ഉമർ ഹഫീദ് വആയിലത്തി മഹദി. ഹബീബ് ഉമർ ഹഫീദ് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ നേതൃത്വം നൽകിയിട്ടുള്ള ചർച്ചയിലൂടെയാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. وقد تم ترتيب هذا اللقاء بواسطة الزعيم السني البارز الشيخ أبي بكر മുസ്ലിയാർ من ولاية കേരള بالهند. ഈ നിരക്കുള്ള ഒരു ചർച്ചയിലേക്ക് എത്തിയത് ഇന്ത്യയിലെ കേരളത്തിലെ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ പണ്ഡിതന്റെ ഇടപെടലിലൂടെയാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെയും ഉസ്താദിന്റെ ഓഫീസിനെയും ഒക്കെ നിരവധി തവണ ഈ വാർത്ത ഉദ്ധരിക്കുന്നുണ്ട്. من جهته قال مكتب الشيخ കാന്തപുരം യൗമ സുലസാ. ഉസ്താദിന്റെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത പറയുകയാണ്. ചൊവ്വാഴ്ച കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിൽ നിന്നും കിട്ടിയ വിവരം എന്ന് പറഞ്ഞ് ആ വാർത്ത തുടരുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യമനിൽ ഇറങ്ങിയ അറബി പത്രങ്ങൾ ഉസ്താദിന്റെ ഇടപെടലിലൂടെയാണ് ഈ തരത്തിലുള്ള വളരെ ശുഭകരമായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിലെ എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അങ്ങനെ തന്നെ വാർത്ത കൊടുക്കുന്നു. ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള എല്ലാ പ്രധാന വ്യക്തികളും ആ വസ്തുത അംഗീകരിക്കുന്നു, ഉസ്താദിനെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമുണ്ട്. അവർക്കെപ്പോഴും ക്ഷീരമുള്ള ഒരകീടിൻ ചുവട്ടിലും കൊതുകിന് വേണ്ടത് രക്തമാണെന്നുള്ള ഒരു കവിതയുണ്ടല്ലോ, അത് തന്നെയാണ് എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനം ടിവിയിൽ വന്ന ഒരു വാർത്ത നിങ്ങളൊന്ന് കണ്ടു. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം കാണിക്കുന്ന ചിലർ ഉണ്ട്. കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാറിന്റെ ഇടപെടൽ കൊണ്ടാണിപ്പോ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതല്ല സത്യം, അതല്ല വസ്തുത എന്ന് അതേ ജനം ടിവിക്കാര് തന്നെ മറ്റൊരു വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ കാണും. കാന്തപുരത്തിന്റേത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിച്ചത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരും. സമസ്തയുടെ വാദങ്ങൾ തള്ളിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജറോ. ജനം ടി വി കൊടുത്ത മറ്റൊരു വാർത്ത.
അപ്പോ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടുള്ളത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല. ലോകതലത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ഇനി എന്തിനേയും ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പുതിയൊരു പ്രശസ്തി നേടിയെടുക്കേണ്ട ആവശ്യം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ആവശ്യമില്ല. ആ ക്രെഡിറ്റ് ദാഹികൾ ഉണ്ടെങ്കിൽ അവരത് വീതം വെച്ച് എടുത്തോളൂ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഉസ്താദ് അവർക്ക് ഒരു പബ്ലിസിറ്റിയുടെയും ആവശ്യമില്ല. ഉസ്താദ് അവർ ഒരു മനുഷ്യത്വപരമായ ഇടപെടലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അഥവാ അവസരത്തിനനുസരിച്ച് ഉയർന്നുകൊണ്ട് ചിന്തിച്ച് അവസരോചിതമായി ഇടപെടുക എന്ന ഏറ്റവും ക്രിയാത്മകമായ ഒരു പ്രവർത്തനമാണ് ഉസ്താദ് അവർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഈ തരത്തിൽ വർഗീയതയും വംശീയതയും അതുപോലെ അപരമത വിദ്വേഷവും ഒക്കെ നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ജനം ടിവിയെ പോലുള്ള മാധ്യമങ്ങൾ ഒരു വാർത്തയെ എങ്ങനെ വർഗീയവൽക്കരിക്കാൻ കഴിയുമെന്നതിൽ അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണങ്ങളാണിത്. ഇത്ര പച്ചയിൽ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വല്ല വിവരവും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവരൊക്കെ അംഗീകരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ മറച്ചു പിടിച്ച് അതൊരു മുസ്ലിം പണ്ഡിതനായി എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനെ വക്രീകരിച്ചു കൊണ്ടുപോകുന്നു. ഒരു വാർത്തയെ എങ്ങനെ അതിനെ വർഗീയമായി ഉപയോഗപ്പെടുത്താം എന്ന തരത്തിലുള്ള ഗവേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനം ടിവിയെ പോലെ അതേ തരത്തിൽ ചിന്തിക്കുന്ന മറ്റൊരു കക്ഷികളാണ് എക്സ് മുസ്ലിമീങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ. ഇസ്ലാം മതത്തിൽ നിന്നും രാജിവെച്ചു പോയി നിരന്തരം ഇസ്ലാം വിരുദ്ധത മാത്രം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരിൽപ്പെട്ട ഒരാളുടെ പോസ്റ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആരിഫ് ഹുസൈൻ തെരുവോത്ത് എന്നാണ് ആ ഒരു ഐഡിയയിൽ നിന്നാണ് വരുന്നത്. കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം ദുരൂഹം അന്വേഷിക്കണം. അദ്ദേഹത്തിന് ഈ സമയത്ത് അയാൾക്ക് തോന്നിയത് അങ്ങനെയാണ്, കാന്തപുരം ഉസ്താദിന്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം എന്നാണ്. അങ്ങനെ പല അന്വേഷണങ്ങളും നടന്നതാണ് മിസ്റ്റർ ആരിഫ് ഹുസൈൻ. ഇവിടെയൊക്കെ എങ്ങനെയാണ് വിദ്വേഷം പരത്തുക, വെറുപ്പ് എങ്ങനെ പരത്താം എന്നാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒക്കെ 1000 വെള്ളരിപ്രാവുകൾ പറന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവർക്കെപ്പോഴും വേണ്ടത് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കയ്പ് നീര് മാത്രമാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ളത്. അപ്പോ ഈ സംഘികളും അങ്ങനെയുള്ള വർഗീയവാദികളും ഇതുപോലെ മതവിദ്വേഷം നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന എക്സുകൾ അടക്കമുള്ള ആളുകൾ നിരന്തരം ഇത്തരത്തിലുള്ള വെറുപ്പാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനുഷ്യർ തമ്മിൽ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പങ്കുവെക്കലുകൾ നടത്തുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കേരളത്തിന്റെ ചരിത്രം മുഴുവനും അങ്ങനെയായിരുന്നു. അവിടെ മതമോ അതുപോലെ രാഷ്ട്രീയമോ പാർട്ടിയോ നിറമോ ഒന്നും പരിഗണിക്കാറില്ല. എല്ലാവരും ഒരുമയോടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വലിയ മത സൗഹാർദ്ദത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കൊക്കെ പറയാനുള്ളത്. ആ സൗഹാർദ്ദം തകർത്ത് തരിപ്പണമാക്കലായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്നതാണല്ലോ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടി. ആ ബ്രിട്ടീഷുകാരുടെ ഷൂനക്കികളായ കക്ഷികൾ ഇന്നും അതേ തരത്തിലുള്ള ഭിന്നിപ്പിന്റെ സ്വരങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവരുടെ അതേ വഴി സ്വീകരിക്കുന്ന മറ്റു ചില കക്ഷികളുണ്ട്. അവരാരാണ്? നമ്മളെപ്പോഴും പറയാറുണ്ട് കള്ളത്തുരീഖത്തുകാർ. കള്ളത്തുരീഖത്തുകാർ ഇതുപോലെ തന്നെ ഈ വർഗീയ ശക്തികളെ സംബന്ധിച്ച് പറഞ്ഞ പോലെ, ഇസ്ലാം വിരുദ്ധത മാത്രം ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന എക്സുകളെ കുറിച്ച് പറഞ്ഞതുപോലെ, വെറുപ്പ് വിതറുക എന്നത് മാത്രം ലക്ഷ്യമാക്കിയ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കുക എന്ന ഒറ്റ അജണ്ടയിൽ മാത്രം വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കള്ളത്തുരീഖത്തിന്റെ കക്ഷികളുണ്ട്. അവരിൽ മുൻനിരയിലുള്ളവരാണ് ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന കക്ഷികൾ. അവർ കേരളത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് ഏകദേശം 13 വർഷത്തോളമായിട്ടുണ്ട്. ഈ 13 വർഷം ഇവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവർ എന്ത് ക്രിയാത്മകമായ പ്രവർത്തനമാണ് സമൂഹത്തിന് ആവശ്യമായി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സീറോയാണ്. പിന്നെ ആകെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്ത് ആ പ്രസ്ഥാനത്തിനെതിരെ നിരന്തരം കളവുകളും വെറുപ്പും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ആ പ്രസ്ഥാനത്തിന്റെ ആദരണീയരായ പണ്ഡിതന്മാർക്ക് നേരെ നിരന്തരം കളവുകളും വ്യാജ ആരോപണങ്ങളും പറഞ്ഞ് മണിക്കൂറുകളോളം അത്തരം വ്യാജങ്ങളും കളവുകളും വെറുപ്പും പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം മുന്നോട്ട് പോയ ഒരു ടീം. ആ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരാള് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യഹൃദയമുള്ളവരൊക്കെ ഈ ഒരു മഹാ ഇടപെടലിനെ ആ നിലക്ക് തന്നെ കാണുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനുഷ്യ മനസ്സാക്ഷി മരവിച്ചു പോയ കുറച്ച് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയ ശക്തികളും എക്സുകളും അവരെ പോലെ മനസ്സാക്ഷി നശിച്ചു പോയ ഒരു ടീമാണ് കുരുവട്ടൂരികൾ. ആ കുരുവട്ടൂരികളിൽപ്പെട്ട ഒരാളുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അബ്ദുസമദ് അൻവരി എന്നാണ് ആ ID. അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? നിമിഷപ്രിയ, നിമിഷങ്ങൾ വൈകി പുറത്തുവിട്ട കത്ത്. എന്താണത്? ഈ കത്ത് ഇന്നലെ വന്നതാണല്ലോ. ഡേറ്റ് 14/7/2025. തീയതി കത്തിൽ വ്യക്തമാണ്. ഇത് ഇന്നലെ തന്നെ വിടാമായിരുന്നില്ലേ? ഏറെ നിമിഷങ്ങൾ വൈകിച്ച് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണല്ലോ കാന്തപുരം ഇത് പുറത്തുവിട്ടത്. അതെന്തുകൊണ്ട്? അപ്പൊ മൂപ്പർക്ക് അറിയാനുള്ളത് എന്താണ് ആ കത്തിന്റെ ഡേറ്റ് 14 കണ്ടിട്ട് ഉസ്താദ് അവറുകൾ അത് പുറത്തുവിട്ട് 15-നാണല്ലോ, പിറ്റേ ദിവസമാണ്. അത് എന്തുകൊണ്ടായി എന്നുള്ളത്. അപ്പൊ ഈ നിരക്ക് വലിയ ചർച്ചകളും ഒരു സ്ത്രീയുടെ, നമ്മുടെ ഒരു സഹോദരിയുടെ ജീവൻ രക്ഷപ്പെട്ടതിൽ ആ ഒരു പ്രതീക്ഷയിൽ, വലിയ പ്രതീക്ഷയോടെ നമ്മുടെ രാഷ്ട്രം ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്കറിയേണ്ടത് കത്തിന്റെ ഡേറ്റ് മാറിയത് എന്തുകൊണ്ടാണെന്നുള്ള. അതായത് പിന്നെ യമനിലെ ജഡ്ജ് ഒപ്പിട്ട അൽ ഖാദി സ്വാരിമുദ്ദീനുൽ മുഫല്ലൽ എന്ന് പറയുന്ന അവിടുത്തെ ജഡ്ജ് സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലെറ്ററാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നേരിട്ട് എത്തിയത്, യമനിൽ നിന്ന് എത്തിയത്. അതാണ് ഉസ്താദ് പുറത്തുവിട്ടത്. അത് കോടതി നടപടി പ്രകാരം കോടതി ജഡ്ജ് ആ ഒരു കത്ത് വാട്സപ്പിൽ വിട്ടുകൊടുക്കലല്ലോ ഉണ്ടാവുന്നത്. 14-ാം തീയതി ഇഷ്യൂ ചെയ്ത ആ ലെറ്റർ അതിന്റെ ഔദ്യോഗിക ചാനലിലൂടെ പുറത്തു വന്ന് ഉസ്താദിന്റെ കയ്യിൽ കിട്ടി. അത് അടുത്ത പിറ്റേ ദിവസമാണ് കയ്യിൽ വരുന്നത്. അപ്പോഴാണ് ഉസ്താദ് ഇത് പുറത്തുവിടുന്നത്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. ഇത് ഈ ഒരു നിയമ നടപടികളും അതുപോലെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ അല്പമെങ്കിലും പരിജ്ഞാനമുള്ളവർക്കൊക്കെ ഇത് ബോധ്യപ്പെടും. പക്ഷേ ഈ നിസ്സാരമായ കാര്യങ്ങൾ, ഇത്തരം വിഡ്ഢിത്തങ്ങളാണ് ഇത് പറയുന്നത്, വിവരമില്ലായ്മയാണ് പറയുന്നത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടും ഈ ഒരു ആരോപണങ്ങൾ ഈ സമയത്ത് വേറൊന്നും പറയാനില്ല. ലോകം അംഗീകരിച്ചു ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഇടപെടലുകൾ. അതെല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരും അതിനെ വാഴ്ത്തുന്നു. ആ സമയത്ത് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ കണ്ടെത്തുന്ന ഇത്തരം വാചാടോപങ്ങൾ മാത്രമാണ് ഇവ. പക്ഷേ ഇപ്പോ നമ്മൾ കേരളീയ സമൂഹം ഒരുമിച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ മനുഷ്യസ്നേഹികൾ ഒരുമിക്കുമ്പോൾ അവിടെ നിന്നും വിഘടിച്ചു നിൽക്കുന്ന കോന്ത്രംപല്ലുകൾ ആരൊക്കെയാണ് എന്നത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും. ഏതായാലും ഇത്തരം കോന്ത്രംപല്ലുകളോട് നമുക്ക് പറയാനുള്ളത്, ശൈഖുന കാന്തപുരം ഉസ്താദ് അവർ ഇടപെട്ടത് ഒരു ക്രെഡിറ്റിനും വേണ്ടിയിട്ടല്ല. ഉസ്താദ് അവർ അവിടുത്തെ മനുഷ്യത്വം, ഇസ്ലാമിന്റെ മഹത്തായ സൗന്ദര്യം, ഇസ്ലാമിന്റെ അധ്യാപനം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ക്രെഡിറ്റ് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ദാരികൾ അത് ഓഹരി ചെയ്ത് എടുത്തോളൂ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.